പുലർച്ചെ ഏകദേശം 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തറവാട്ടിലൊക്കെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഒരു അമ്പലം വരെ പോവാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ. നമ്മളിപ്പോൾ പോകുന്നത് കാടാമ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം അവിടെ പോയി ഒന്ന് തേങ്ങയൊക്കെ മുട്ടിറക്കുന്ന ഒരു പതിവാണ് കേട്ടോ. അപ്പം റോഡൊക്കെ ഒന്ന് ഒഴിഞ്ഞത് കണ്ടപ്പം ലൈസൻസൊക്കെ അലമാരയിൽ കെട്ടിപ്പൂട്ടി വെക്കാതെ ഞാനും ചെറുതായി ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി കേട്ടോ. ഏട്ടനും അനിയനൊക്കെ മാറി മാറി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വണ്ടി കയറി ഓടിക്കാനൊന്നും പോകാറില്ല. ഇപ്പം ഞാനൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നല്ല ത്രില്ലിൽ ഓടിച്ച് നോക്കിട്ടോ. അങ്ങനെ ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളിതാ കാടാമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ മുട്ടിറക്കാനുണ്ട്. അപ്പോൾ വേഗം പോയി അതിന് ഷീട്ടാക്കൊക്കെ വേണം കേട്ടോ. അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുമ്പോൾ. അപ്പം ഞാനും അമ്മയും തേങ്ങയൊക്കെ പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഭരത്തുമോനാണെങ്കിൽ ഇവിടുത്തെ ഭയങ്കര കളിയിലാണ് കേട്ടോ. മുണ്ടാണ് ഉടുത്തതെന്ന് ഓർമ്മയില്ലാണ്ട് ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെയാണ് കേട്ടോ. അപ്പം ഏട്ടനും അനിയനും അവിടെ ഷീട്ടാക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ അത് അമ്പലമൊക്കെ ചുറ്റി ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഇവൻ ഓരോ നേരം ഓരോരുത്തർ കൈയും പിടിച്ചാണ് കേട്ടോ നടക്കുന്നത്. അതിനുശേഷം ഇതാ അവിടുത്തെ ഇങ്ങനെ ഒരു കുളം പോലെ കണ്ടു കേട്ടോ. കുളമല്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയതിന് ശേഷം നേരെ ഭരത്തുമോന് വിശന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രാണ എന്ന് പറയുന്നത് ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ കയറി നല്ല മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നേ. അപ്പം ഭരത്തുമോന് ഭയങ്കര വിശപ്പ്, എനിക്ക് ഫുഡ് വേണം കേട്ടോ. അപ്പം അനിയൻ അവിടെ ഞങ്ങൾ തേങ്ങ മുട്ടിറക്കാനുള്ള അടുത്ത് ലൈന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ദോശ കഴിക്കാൻ വന്നു. ഇനി ഞങ്ങൾ പോയിട്ട് വേണം അനിയനൊന്ന് കഴിക്കാൻ കേട്ടോ. അവിടെ പോയപ്പോൾ അവന് ഫുഡിനെക്കാട്ടും തിരക്ക് അവിടുത്തെ ടോയ്സ് വാങ്ങാനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഹോട്ടൽ മുതലാളിയോട് പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ഫുഡ് അടിപൊളിയാണെന്ന്. നല്ല അടിപൊളി മസാല ദോശയും ചായയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളൊരു സംഭവം നല്ലതാണെങ്കിൽ നല്ലത് പറയാൻ പഠിക്കണം എന്നല്ല. അപ്പം ഞാൻ വേഗം പോയി താങ്ക് യു ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണ വയ്ക്കൊരു ജ്യൂസും